നമ്മൾ വിശ്വാസത്തിൽ ഒന്നാമതായിരിക്കണം. ദൈവം തരാമെന്ന് പറഞ്ഞാൽ അവൻ തിരികെ തന്നെ ചെയ്യും. ചില സമയ കാലയളവുകൾ ഉണ്ടായെന്ന് പറഞ്ഞാലും ദൈവം ഏറ്റവും ശ്രേഷ്ഠകരമായത് നിന്റെ കരത്തിന്റെ അകത്ത് തരും. ഇസ്രായേൽ മക്കളുടെ യാത്രയിൽ അവർ എന്ത് ചെയ്തു? യെരിഹോവിന്റെ മതിൽ കണ്ടപ്പോൾ അവർ ഭയപ്പെട്ടു പോയി. ഇവരങ്ങോട്ട് യാത്ര ചെയ്യുകയാണ്. വാഗ്ദത്ത കനാനിലേക്ക് ഇവർ സ്റ്റെപ്പ് വെക്കുകയാണ്. വാഗ്ദത്ത കനാനിലേക്ക് ഇവർ യാത്ര ചെയ്യുകയാണ്. ഇവർ യാത്ര ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ ഇവർ പല പ്രതിസന്ധികളെ ജയിക്കുകയും പല പ്രതിസന്ധികളെ ഇവർ തരണം ചെയ്യുകയും ചെയ്തു. പക്ഷേ യെരിഹോവിന്റെ മതിലിന്റെ വലിപ്പവും അതിന്റെ ഉയർച്ചയും അതിന്റെ ബലവും ഒക്കെ കണ്ടപ്പോൾ ഇവർ ക്ഷീണിച്ചു പോകുവാനിടയായി. വാഗ്ദത്ത കനാൻ ദൈവം തരാമെന്ന് പറഞ്ഞത് അത് നേടിയെടുക്കേണ്ടതും അതിന്റെ അകത്ത് കാല് ചവിട്ടേണ്ടതിനും അതിന്റെ അകത്ത് ദൈവം വെച്ചിരിക്കുന്ന നന്മകൾ അനുഭവിക്കേണ്ട ജനം ഇവർ വാഗ്ദത്ത കനാനിലേക്ക് മിസ്രൈമിൽ നിന്ന് യാത്ര ചെയ്തു പോവുകയാണ്. പക്ഷെ ഇവരുടെ മുന്നിൽ ഒത്തിരി പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു. മരുഭൂമിയിൽ കൂടി ഇവർ യാത്ര ചെയ്യേണ്ടി വന്നു. ഇവർ വെള്ളത്തെ കീറിമുറിച്ച് കടന്നു വരേണ്ടി വന്നു. പക്ഷേ ഇവിടെയൊക്കെ ഇവർ വിശ്വാസത്തോടെ മുൻപോട്ട് പോയെങ്കിലും ഇവരുടെ മുൻപിൽ യെരിഹോവിന്റെ മതിലിന്റെ ശക്തിയും അതിന്റെ അടച്ചുറപ്പാക്കി അതിന്റെ ഉറപ്പും അതിന്റെ ബലവും അതിന്റെ വലിപ്പവും ഒക്കെ കണ്ടപ്പോൾ ഇവർ എന്ത് ചെയ്തു? ഇവർ ക്ഷീണിച്ചു പോകുവാനിടയായി. വാക്യം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. ഇവർ യാത്ര ചെയ്തു പോകുമ്പോൾ ഇവർ മുൻപോട്ട് സ്റ്റെപ്പ് വെച്ച് പോകുമ്പോൾ യെരിഹോവിന്റെ മതിൽ ഇവരുടെ മുൻപിൽ ഉയർന്നു നിൽക്കുകയാണ്. അതിന്റെ മതിലിന്റെ ഉയരത്തെ കുറിച്ച് പറയുന്നത് 30 അടി ഉയരവും 20 അടി വീതിയും ഉള്ളതാണ് യെരിഹോവിന്റെ മതിൽ. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ അവിടെ വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുകയാണ്. അവിടെ കാണും ഇസ്രായേൽ മക്കൾ നിമിത്തം എന്ത് ചെയ്തു? ഇതിന്റെ വാതിലുകൾ അടച്ചുറപ്പാക്കി. ഒരുത്തൻ അകത്തു കയറുവാനും ഒരുത്തൻ വെളിയിൽ ഇറങ്ങുവാനും കഴിയാത്തതുപോലെ എന്ത് ചെയ്തു? എന്താ ചെയ്തു? യെരിഹോവിന്റെ വാതിൽ അടച്ചുറപ്പാക്കി. ഇതിന്റെ ഉറപ്പും ഇതിന്റെ പ്രൗഢിയും ഒക്കെ കണ്ടിട്ട് വാഗ്ദത്ത കനാനിലേക്ക് യാത്ര ചെയ്തു പോകുന്ന ഇസ്രായേൽ മക്കൾ ആ വാഗ്ദത്ത കനാൻ കടക്കുവാൻ കഴിയത്തില്ലെന്നും ദൈവം പറഞ്ഞ ആലോചനകൾ ഈ പട്ടണങ്ങളെ നീ കരസ്ഥമാക്കുമെന്നും ഇതിനെ വാഴുവെന്നും പറഞ്ഞ ആലോചനകൾ നടക്കത്തില്ലെന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തു? ക്ഷീണിച്ചു. അവരുടെ തലകൾ കുനിക്കുവാനിടയായി. കാലങ്ങൾക്ക് മുൻപ് ദൈവം പറഞ്ഞതാണ് വാഗ്ദത്ത കനാൻ നിനക്ക് തരുമെന്ന്, അല്ലെ? കാലങ്ങൾക്ക് മുൻപ് പറഞ്ഞതാണ് കനാനിനോട് അതിർത്തി പങ്കിടുന്ന സകല രാജ്യങ്ങളെയും പട്ടണങ്ങളെ നീ ഭരിക്കുമെന്ന് ദൈവം അനേക കാലങ്ങൾക്ക് മുൻപ് വാഗ്ദത്തം പറഞ്ഞത്. പക്ഷേ ഇവർ കാലങ്ങൾ കഴിഞ്ഞ് ഇവർ വാഗ്ദത്തത്തിലേക്ക് നടന്നു ചെല്ലുമ്പോ ഇവരുടെ മുൻപിൽ ഉയർന്നു നിൽക്കുന്ന യെരിഹോവിന്റെ പട്ടണത്തെയും അതിന്റെ വലിപ്പത്തെയും കണ്ട് ഇവർ നിരാശപ്പെട്ട് ഇവരെ തല താഴ്ത്തുകയാണ്. ആ വാക്യം ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുകയാണ്. യോശുവയും തന്റെ കൂട്ടരും പട്ടണത്തിന്റെ വലിപ്പവും അതിന്റെ കരുത്തും കണ്ട് തല താഴ്ത്തി നിൽക്കുകയാണ്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന്റെ അകത്തേക്ക് വിശ്വാസത്തോടെ നടന്ന് സ്റ്റെപ്പ് വെക്കുന്ന ഒരു മനുഷ്യനും ഒരു ദൈവ പൈതലും നിന്റെ തല കുനിയരുത്. പറഞ്ഞത് ദൈവമാണെങ്കിൽ ആ പട്ടണം നിന്റെ തലത്തിന്റെ അകത്ത് അവർ തരികയോ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, പറഞ്ഞത് ദൈവമാണെങ്കിൽ അതിന്റെ പ്രൗഢിയും അതിന്റെ വലിപ്പവും അതിന്റെ ഉറപ്പും കണ്ട് നീ ഭയപ്പെടണ്ട. അത് പൊളിച്ചിട്ട് ദൈവം അതിന്റെ ഇന്ന് പകലത് സമ്മതിക്കാൻ പോവുക. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കട്ടെ, കാലങ്ങളായി ദൈവം പറയുന്ന വാക്തത്വങ്ങൾ, നാളുകളായി എത്തിപ്പെടേണ്ട വാക്തത്വങ്ങൾ അതിന്റെ അകത്തേക്ക്